ആരായിരിക്കും ബി.ജെ.പിയെ നയിക്കാൻ പോകുന്നത്? ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷയായി വരുന്നത് ആരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ രാജ്യം. ബി.ജെ.പി പുതിയ പടനായകനെ അല്ലെങ്കിൽ പടത്തലവനെ കൊണ്ടുവരുമോ എന്നുള്ള ആകാംക്ഷ ഓരോ ചോദ്യത്തിലും ഉണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്ന സർക്കാരാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഭരിക്കുന്നത്. പൊതു സർക്കാർ സ്ത്രീകൾക്ക് അത്രയേറെ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം ജെ.പി. നദ്ദയ്ക്ക് പകരക്കാരനെ ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റിനെ 2 ആഴ്ചക്കകം പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ നേതാവിനാണ് പ്രഥമ പരിഗണന എന്നാണ് സൂചന. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാക്കളുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ ഉള്ളത്. ഇത് യാഥാർത്ഥ്യമായാൽ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായൊരു വനിത അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കും. അതെ, ബി.ജെ.പി ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം ആ നറുക്കു വീണിരിക്കുന്നത് സ്മൃതി ഇറാനിക്കാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, വെങ്കയ്യ നായിഡു, അമിത്ഷാ എന്നിവരാണ് നദ്ദയ്ക്ക് മുൻപ് പാർട്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചവർ. കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുതിയ അധ്യക്ഷനെ നിയമിക്കാനാണ് പാർട്ടി ലക്ഷ്യമിട്ടതെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പും ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും വന്നതോടെ തീരുമാനം നീളുകയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന വനിതാ നേതാവിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് സൂചന. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടിക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാകും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. ഒരു വനിത നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതോടെ പാർട്ടിയുടെ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. 50-നും 70-നും ഇടയിൽ പ്രായമുള്ള നേതാവാകും പുതിയ പ്രസിഡന്റ് എന്ന കാര്യത്തിലും സംശയമില്ല. RSSന്റെ കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനം എടുക്കുന്നത്.